നോർമലി ഒരു വെബ് ആപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ടാവുക നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിലും ബ്രൗസറിലാണ് റൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അതിൽ HTML, ജാവാസ്ക്രിപ്റ്റും CSS എല്ലാം ഉണ്ടാവും. അത് കൂടാതെ നമുക്ക് ഡാറ്റ വേണം. ഇപ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഡാറ്റ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ, അങ്ങനെ പിന്നെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ്, റേറ്റിങ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ വേണം. ഈ ഡാറ്റ നമുക്കറിയാം, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഡാറ്റാബേസിലാണ്. അപ്പോൾ ഈ ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റ കിട്ടാൻ വേണ്ടി ബ്രൗസർക്ക് ഡാറ്റ കിട്ടണം. എന്നാൽ മാത്രമല്ല നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് യൂസർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഡാറ്റ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്രൗസറിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും. അത് API നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക. API എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് എന്നുള്ളതാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് API എന്ന് പറയുന്നത്. ഈ APIൻ്റെ റോൾ എന്ന് പറയുന്നത് ബാക്ക് എൻഡ് സെർവറും ഫ്രണ്ട് ആപ്ലിക്കേഷനും കൂടെ, അല്ലെങ്കിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷനും കൂടെ അതിനെ രണ്ടും കൊണ്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ APIൻ്റെ റോള്. ഇവിടെ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റ് വഴി നേരെ പോകുന്നത് APIക്കാണ്. API എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അതിൻ്റെ റോൾ എന്ന് പറയുന്നത് റിക്വസ്റ്റ് റിസീവ് ചെയ്യലും ബാക്ക് എൻഡ് ഫോർവേഡ് ചെയ്യുക, ബാക്ക് എൻഡ് തരുന്നതിന് തിരിച്ച് റെസ്പോൺസ് ആയിട്ട് കൊടുക്കുക. ഇതാണ് ഈ APIൻ്റെ റോള്. ചെറിയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണത്. അപ്പോൾ ഇതിൽ ഈ റിക്വസ്റ്റ് APIക്ക് നമ്മൾ കൊടുക്കുന്നു, API അതിന് ബാക്ക് എൻഡ് കൊടുക്കുന്നു, ബാക്ക് എൻഡ് വെബ് സെർവർ അതിന് ഡാറ്റാബേസിൻ്റെ ഡാറ്റ എല്ലാം എടുത്ത് എന്നിട്ട് അതിൻ്റെ മേലെ ഫിൽറ്ററിങ്ങും, ചിലപ്പം കുറേ ഡാറ്റനെ റിമൂവ് ചെയ്യേണ്ടി വരും, ചിലതിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെ എല്ലാം ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കിയ ഒരു ഡാറ്റയാണ് നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പം ഇങ്ങനെ ഈ API ആയിട്ടുള്ള ഈ API എന്ന് പറയുന്നത് മെയിനായിട്ടും 3 ടൈപ്പ് ഓഫ് API ആണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് REST API. REST API എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡാണ്. API ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് REST എന്ന് പറയുന്നത്. REST. ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പിന്നുള്ളത് GraphQL API ഉണ്ട്. അത് കൂടാതെ നമുക്ക് SOAP API എന്ന് പറയുന്നത്. SOAP എല്ലാം ഇപ്പം ഏകദേശം ഔട്ട്ഡേറ്റഡ് ആണ്. മുമ്പ് അതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ RESTും GraphQL API മാത്രമേ ഇപ്പോൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് REST API തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ REST API എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? റെസ്റ്റ് അല്ലെങ്കിൽ റെസ്റ്റ്ഫുൾ API എന്ന് പറയുന്നത് രണ്ട് കമ്പ്യൂട്ടറുകൾ, ക്ലയൻറ്റ് ആപ്ലിക്കേഷനും ബാക്കെൻഡ് ആപ്ലിക്കേഷനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന APIയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് REST എന്ന് പറയുന്നത്. റെപ്രസെൻറ്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് REST എന്ന് പറയുന്നത്. അപ്പം അതൊരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. നിങ്ങൾ API ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ള ഡെവലപ്പേഴ്സിന് അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും, അല്ലേ? ഇപ്പം നമ്മൾ പൊതുവെ ഇപ്പം ഏത് ഫീൽഡിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്കറിയാം. ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ കുറേ ടേംസ് ഉപയോഗിക്കുന്നുണ്ടാവും. ഡെബിറ്റ്, ക്രെഡിറ്റ്, ജേണൽ എൻട്രി. അതങ്ങനെ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ടേംസ് ഉപയോഗിക്കുന്നത്? അങ്ങനെ ടേംസ് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റ് അക്കൗണ്ടൻസിന് ഒന്നും മനസ്സിലാവില്ല. ഓരോ പ്രാവശ്യം നമ്മൾ ഡെബിറ്റ് എന്താണെന്നുള്ളതും ക്രെഡിറ്റ് എന്താണെന്നുള്ളതും എനിക്കിഷ്ടമുള്ള പേരാണ് ഞാൻ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇത് ഒരു ഗ്ലോബലി എല്ലാവർക്കും അറിയുന്ന ഒരു പേര് ഉപയോഗിക്കുന്നതുകൊണ്ട്, നെയിമിങ് കൺവെൻഷൻസ്, ടേംസ് ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. അതേപോലെ ഇപ്പോൾ ഡോക്ടേഴ്സ് ഓരോ അസുഖത്തിനും ഇപ്പം നമ്മളെ കിഡ്നി ടെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയാം റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, RFT എന്ന് പറയാം. അതേപോലെ ഓരോന്നിനും ഓരോരോ ടേം ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മെഡിക്കൽ ടേംസ് നമ്മൾ അതിന് വിളിക്കുന്നത്. അങ്ങനെ എന്തിനാണ് ടേം ആക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ വളരെ സിമ്പിളാക്കാനും മറ്റുള്ള ആളുകൾക്ക് ആ ഒരു ടേം കാണുമ്പോൾ തന്നെ ഇത് എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് സൈഡിൽ API ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് മറ്റു ഡെവലപ്പേഴ്സിന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ്, ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ഒരു REST API എന്ന് പറയുന്നത്. ഓക്കെ, ഈ REST APIയിൽ നമുക്ക് ഡാറ്റ നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് കിട്ടണമല്ലോ. അപ്പോൾ നമുക്ക് ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് പ്രോഡക്ട്സിൻ്റെ ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് കൊടുക്കുന്ന APIക്ക് നമുക്ക് എപ്പോഴും ഒരു URL ഉണ്ടാവും. URLൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ കീബോർഡിൻ്റെതാണെന്നുണ്ടെങ്കിൽ keyboard.com/API/ മിക്കവാറും സമയത്ത് നമ്മൾ വേർഷൻസ് കൊടുക്കും. എന്തിനാണ് വേർഷൻസ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മളിപ്പോൾ ഒരു API ഉണ്ടാക്കി അത് കുറേ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ആ APIയിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. കാരണം നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് ക്ലയൻറ്റ് ആപ്ലിക്കേഷനെ ബാധിക്കും. നമുക്ക് പുതിയ മേജറായിട്ടുള്ള ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ V2 ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ വേർഷൻസ് ഉപയോഗിക്കുന്നത്.
നമുക്ക് ഒരു URL ഉണ്ടാവുക API/v1/products ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രോഡക്ട്സ് എന്നുള്ളതാണ് ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് URL ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ URL വരുന്ന സമയത്ത് നമുക്കിത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസുകളുണ്ട്. ഒന്ന്, നമുക്ക് അവിടുന്ന് പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് കിട്ടാൻ. ചിലപ്പോൾ നമുക്കൊരു അഡ്മിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്യണം. അതേപോലെ അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യണം. ചിലപ്പോൾ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് വേണ്ട, അതിന് പകരം പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നതുകൊണ്ട് ആ പഴയ പ്രോഡക്റ്റിൻ്റെ റെക്കോർഡ് ഡിലീറ്റ് ചെയ്ത് കളയണം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ എല്ലാ ഓപ്പറേഷൻസും REST API വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. REST APIയിൽ എല്ലാ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസും റിട്രീവ് ചെയ്യലും പുതിയത് ക്രിയേറ്റ് ചെയ്യലും അപ്ഡേറ്റ് ചെയ്യലും ഡിലീറ്റ് ചെയ്യലും എല്ലാം REST API വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ REST API എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണ്, അല്ലാതെ അത് ശരിക്കും ഒരു പെർട്ടിക്കുലർ ടെക്നോളജിനോട് ഡിപ്പെൻഡഡ് അല്ല. ഏത് ടെക്നോളജി ഉപയോഗിച്ചിട്ടും റെസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതുപോലെയാണ് നമുക്ക് എൻഡ് പോയിന്റ് ഉണ്ട്. ഇത് നമ്മൾ URL അല്ലെങ്കിൽ എൻഡ് പോയിന്റ് എന്നാണ് വിളിക്കുക. URL അല്ലെങ്കിൽ എൻഡ് പോയിന്റ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഇങ്ങനെയാണ് നമ്മൾ URL ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ഡാറ്റ ഇങ്ങോട്ട് എടുക്കാനുള്ളതാണ് നമുക്ക് ഗെറ്റ്. അപ്പോൾ ഗെറ്റ് API എന്ന് പറയുന്നത് ഒരു URLഉം അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് നമ്മൾ HTTP മെത്തേഡ് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, HTTP മെത്തേഡ് നമുക്ക് ഉള്ളത് ഗെറ്റ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, പുട്ട് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്. ഈ ഗെറ്റ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് എന്നുള്ള അല്ലെങ്കിൽ ബാക്ക്-എൻഡ് എന്നുള്ള ഡാറ്റനെ ഫ്രണ്ട് എൻഡിലേക്ക് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗെറ്റ് എന്ന് പറയുന്ന APIനെ അല്ലെങ്കിൽ ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡിനെ ഉപയോഗിക്കുന്നത്. പോസ്റ്റ് എന്ന് പറയുന്നത് ഒരാൾ ഒരു പുതിയ യൂസർ രജിസ്റ്റർ ചെയ്യാണ്, അവിടെ അയാൾ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തു, ആ ഡീറ്റെയിൽസിനെ ബാക്ക്-എൻഡിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യലാണ്. ഇവിടെ നിന്നുള്ള ഡാറ്റനെ ഫ്രണ്ട് എൻഡിൽ നിന്ന് ഡാറ്റനെ ബാക്ക്-എൻഡിലേക്ക് സബ്മിറ്റ് ചെയ്യാനും ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാനുള്ളതാണ് നമ്മൾ പോസ്റ്റ് ഉപയോഗിക്കുന്നത്. പുട്ട് എന്ന് പറയുന്നത് നേരത്തെ ഉള്ള ഒരു റെക്കോർഡിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ പുട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു റെക്കോർഡിനെ ഡിലീറ്റ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് HTTP മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്. അത് കൂടാതെ വേറെയും കുറേ എണ്ണം കൂടെ ഉണ്ട്. ഗെറ്റ്, പോസ്റ്റ്, പുട്ടും ഡിലീറ്റും പാച്ച്, അങ്ങനെ കുറച്ചും കൂടെ ഓപ്ഷൻസ് ആണ്. പക്ഷേ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 4 ഗെറ്റും, പോസ്റ്റും, പുട്ടും, ഡിലീറ്റും. ഓക്കെ, ഇനി ഈ ഒരു API നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിന് ശരിക്കും API നമ്മൾ ഉപയോഗിക്കൽ എവിടെയാണ്? നമ്മുടെ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഈ APIനെ ഉപയോഗപ്പെടുത്തുക. കാരണം ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻക്കാണ് ഡാറ്റ കിട്ടേണ്ടത്, അവിടെ നിന്നാണ് ഡാറ്റ നമ്മൾ ബാക്ക് എൻഡിലേക്ക് സെൻഡും ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഡാറ്റനെ ഉപയോഗപ്പെടുത്തുക. പക്ഷേ API ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ഇല്ലെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നേ ഉണ്ടാവുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതില്ലാതെയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ഒരു ടൂളാണ് പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ഒരു ടൂള്. പോസ്റ്റ്മാൻ എന്ന് പറയുന്നൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ APIനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ടൂളാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പോസ്റ്റ്മാൻ എന്നുള്ളത് എടുക്കുക, എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വിൻഡോസിനും മാക്കിനും ലിനക്സിനും ഏതിന് വാങ്ങിച്ചാൽ അതുണ്ടെങ്കിൽ വിൻഡോസിനാണെന്നുണ്ടെങ്കിൽ വിൻഡോസിന് എടുക്കുക, എന്നിട്ടത് പിന്നെ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അതിൽ ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ നോക്കും.